ഹലോ ഫ്രണ്ട്സ്, KL19 ശ്രീതു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിൽ എന്ന് പറയുന്ന ഒരുത്തനും കൂടാതെ ഒരു തള്ളച്ചിക്ക് വേണ്ടിയിട്ടാണ്. തള്ളച്ചി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ കത്തിക്കാണുമല്ലോ. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് കാരണം ആ ഒരു പേര് പോലും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതോടെ നിർത്തി, ഈ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ നിർത്തി. ഓക്കെ, എന്തായാലും എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ ഒരു സ്ട്രൈക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് തന്നത് ഈ ഒരു തള്ളച്ചിയാണ് ഗീസ്. വേറെ ഒന്നുമില്ല, രാവിലെ മുതൽ ഇവർക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ വന്നിരുന്ന് ഓരോരുത്തർ കുറ്റം പറഞ്ഞ് ഉള്ള പച്ചയ്ക്ക് തെറിയും വിളിച്ച്, അതായത് ഇവർക്കൊന്നും ഈ ഒരു കുടുംബത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ, കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു വരുമാനം എങ്കിലും കിട്ടിയാൽ മാത്രം മതി. അതിൽ ആരെ എന്ത് വേണമെങ്കിലും പറയാൻ മടിക്കാത്ത ഒരു സാധനമാണ് ഈ ഒരു സാധനം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെ വീടിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ് എന്നുള്ളത് റിയലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇവരുടെ ഫുൾ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയും എന്താണ്, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് സ്ട്രൈക്ക് തന്ന തള്ളച്ചിക്ക് ഒരു വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഈ നമ്മളെയൊക്കെ എന്തിനാടാവോ ഇയാൾ പേടിക്കണേ? വർഷങ്ങളായി ഇങ്ങനെ കുത്തിയിരുന്ന് വീഡിയോസ് ഇടുന്നു. അപ്പോൾ ഇയാൾക്കറിയാലോ സാധാരണ ഒരാൾ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത്. എന്തായാലും ഇയാളുടെ ചാനൽ വളർത്താൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് നുണ പറയുന്നതിൻ്റെ അത്രയും വലിയ റിസ്ക് ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്, അയ്യോ ചാനലേ ശരണം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു 3-4 ദിവസത്തിൽ ഒരിക്കലായിരിക്കും വീഡിയോ ഇടുന്നത്, അതല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലായിരിക്കും വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കയറി നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. സമയം ഇല്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ സമയം ഉണ്ടാകാറില്ല, പക്ഷെ സമയം കിട്ടിയ കൂടെയും ഞാനത് അതിലോട്ട് ആ ഒരു ഇടണം, ആ ഒരു ഇൻട്രസ്റ്റ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ ചാനൽ അടിച്ചു പോയാൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ ഇനി സ്ട്രൈക്ക് കൊടുത്താലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. എനിക്ക് വേറൊരു ചാനൽ തുടങ്ങണം എന്നാണെങ്കിൽ ഞാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു 1600ഓളം സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഈ ഒരു 3 സബ്സ്ക്രൈബേഴ്സ് അല്ല, ഇനി ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞാൻ വേറെ നാളൊരു ചാനൽ തുടങ്ങിയാലും എനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് പാമ്പിനെയൊന്നും പീപ്പി കാട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് നമ്മളെ പേടിക്കുന്നത്? നിങ്ങൾ ആരെയൊക്കെ എന്തൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്, എന്തൊക്കെ പച്ച തെറി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത്. അതെന്താണ്, എവിടത്തെ ന്യായമാണ്? അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരെ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു ചെറിയൊരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത്രയും മനക്കെട്ടി ഇല്ലാത്തവൾ ആയിപ്പോയല്ലോ സഹോദരി താങ്കൾ. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്, വെറും പുച്ഛം. കാരണം എൻ്റെ ഈ വെറും ചെറിയ ചാനലിനേക്ക് ഇങ്ങനെ പേടിക്കുവാണെങ്കിൽ അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി ഗീസ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സന്തോഷം. എനിക്ക് നമ്മളെല്ലാം നമ്മുടെ ലൈഫിലെല്ലാം എല്ലാ ഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോകണമല്ലേ. ഞാൻ ഇങ്ങനെ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഒരു മെയിൽ, ഫസ്റ്റ് സ്ട്രൈക്ക്, ശരി ഓക്കെ ഡൺ. കാരണം വേറെ തിരക്കില്ലായിരുന്നുകൊണ്ട് ഇതിലോട്ട് പിന്നെ ഞാൻ വേറെ കാര്യം തളച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞു, എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തിനും എന്നെ പേടിക്കണം? ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 1-2 വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ഇനിയും വീഡിയോ, എനിക്ക് ഇടണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം ഞാൻ ഇനിയും റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ താങ്കൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് എൻ്റെ ചാനലിലൂടെ കൊണ്ടുവരാൻ താല്പര്യമില്ല. കാരണം അത്രയും മോശമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് വീഡിയോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്കടുത്ത് റിയാക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. താങ്കളിലൊക്കെ എന്ത് നന്മയാണുള്ളത്? 1% പോലും നന്മയോ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാനോ ഇല്ലാത്ത ഒരാളുടെ എന്ത് കാര്യം എടുത്തിട്ട് വീഡിയോ ചെയ്യാനാണ്? ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തത്, കേട്ടോ അമ്മച്ചി. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് ഋതപ്പൻ എന്ന് പറയുന്ന രേണുവിൻ്റെ കുഞ്ഞു മകൻ്റെ ഋതപ്പൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇവൻ്റെ അപ്പൻ ഇനി വേറെ ആരെങ്കിലും ആയിരിക്കും, ശ്രുതിയല്ല എന്നുള്ള രീതിയിൽ താങ്കൾ സംസാരിച്ചത്. ഞാൻ അത് രേണുവിനെ സപ്പോർട്ട് ചെയ്തും ഋതപ്പനെ സപ്പോർട്ട് ചെയ്തിട്ടുമാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കണ്ടന്റ് പറഞ്ഞിരിക്കുന്ന താങ്കളാണ്. അതുകൊണ്ട് അബദ്ധവശാൽ ഏതൊക്കെയോ വഴി താങ്കൾ ഈ ഒരു വീഡിയോയിൽ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ ആ ഒരു ഇതിനു വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തത് രേണുവിനെയാണ്, അല്ലാതെ നിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനൽ ഉണ്ടാക്കിയതല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ശരി, ഓക്കെ. എന്തായാലും ഇത്രയും പറയണം എന്നെനിക്ക് തോന്നി. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് ഈ അതുൽ എന്ന് പറയുന്ന ഒരു അലവലാദിനെ കുറിച്ചാണ്. സത്യത്തിൽ ഞാൻ
എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പറയാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞങ്ങ് നിർത്താം. ഓക്കെ, അതായത് ഇവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പച്ചക്കിളിയെന്നോ മഞ്ഞക്കിളിയെന്നോ ചുവന്ന കിളിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിട്ട ഒരു വീഡിയോ. അതായത് ഞാനും സജീന ചേച്ചിയും രേണു ചേച്ചിയും ചേർന്നൊന്ന് ചെയ്തൊരു വീഡിയോനെ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ പോലെ അതിലല്ലേ കുറേ പേര് ചെയ്തു. പക്ഷെ എനിക്ക് അതുലിന് വേണ്ടിയിട്ട് റിപ്ലൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നീ പറഞ്ഞോളൂ, നീ എന്ത് വേണോ പറഞ്ഞു, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ എന്നെപ്പറ്റി എന്ത് വേണോ പറഞ്ഞു. നിനക്ക് എന്നെ ഒട്ടും പരിചയമില്ലാത്ത പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് ആ ഒരു വീഡിയോയിൽ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നീ എടുത്തിട്ട് ചെയ്തതിൽ സന്തോഷം. കാരണം 10 പേര് അറിയുന്നുണ്ട്, ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അതിലിങ്ങനെ നിന്നെപ്പറ്റി വീഡിയോ ഇട്ടില്ലേ, എന്ത് കോപ്പാണ് അവനിരുന്ന് പറയുന്നത്, എന്ത് തേങ്ങയാണ്, നിനക്കെന്താ തിരിച്ച് പറയാൻ മറുപടി ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ എന്നെ എത്തിച്ചതിൽ സന്തോഷം. ശരി, അതിൽ നീ ആ വീഡിയോയിൽ നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്നൊരു വേർഡുണ്ട്, അല്ലവല്ല എന്താ ഒരു കോപ്പ്, അതായത് മീൻസ് വേശി എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ്. എന്നാൽ നിൻ്റെ അമ്മയൊക്കെ അതാണോ ചെയ്യുന്നത്? എനിക്ക് ആ ഒരു ഒറ്റ വീട് മാത്രമാണ് എനിക്ക് എന്നെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. ചിലപ്പോൾ നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അതായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് ഈ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും അതായിരിക്കണം എന്ന് നീ വിചാരിക്കരുത്. ചിലപ്പോൾ നിൻ്റെ അമ്മയോ നിൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവരോ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ അത് ചെയ്തിട്ടായിരിക്കും ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരെയും എന്തിനാണ് ആ കണ്ണി കാണുന്നത്? എന്തായാലും ഞാൻ അക്കൂട്ടത്തിലില്ല, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരെയും ഒരേ കണ്ണോടെ കാണണ്ട. ഇനി നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ഈ ഇടയ്ക്ക് ആക്സിഡൻ്റായി വീണ് കിടന്നു എടുത്തു എന്നൊക്കെ എന്താ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും വീട്ടിൽ ചാടിയപ്പോൾ എങ്ങാനും ആരെങ്കിലും കാലെങ്ങാനും തള്ളി ഒടിച്ചതാണോ? അതിനി അവർ വല്ല പണി തന്നതാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ? അല്ല, ഇങ്ങനെ ഈ ഒരു വീട് തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് പറയണം. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നീ വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഒരാളെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് എന്തെങ്കിലും എന്നെ പറ്റി അറിയാമെങ്കിൽ നീ പറ. നീ പച്ചയ്ക്ക് നീ എടുത്തിട്ട് പറ. ഇനി നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലും നീ എന്താ വീഡിയോ പറയുന്നുണ്ട്, ഈ പച്ചക്കളിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്തറിയണം? ഞാൻ എൻ്റെ നമ്പർ തരാണ്, നീ വിളിക്കുക, എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലും എൻ്റെ സ്റ്റാൻഡേർഡ് ലെവലും വെച്ച് നീ അന്വേഷിക്കടാ. എന്തായാലും നിൻ്റെ വീട്ടിലെ തൊട്ടടുത്തന്നെ ഞാനുണ്ട്. എന്നിട്ട് എന്നെപ്പറ്റി നിനക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാമെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. അതിൽ നീ പറഞ്ഞു തെളിവ് വച്ച് പറയണം. അതല്ല ചുമ്മാ വെറുതെ വായി തോന്നുന്ന വിളിച്ച് പറയാൻ നിനക്ക് ഇതിലപ്പുറം പറ്റും. അതുകൊണ്ട് നീ എന്നെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് എൻ്റെ നമ്പർ തരാം, എൻ്റെ നാട്ടുകാരുടെ നമ്പർ തരാം, എൻ്റെ ഏരിയ നിനക്ക് പറഞ്ഞുതരാം. നീ വന്ന് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിനക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നീ പറയുന്ന എന്ത് വെല്ലുവിളി സ്വീകരിക്കാനും ഞാൻ റെഡിയാണ്. കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്കിൽ, ഞാൻ എന്താണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയെ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ചിലപ്പോൾ നിനക്ക് ഈ പറയുന്ന ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ നമ്മളത് അങ്ങനെയുള്ളവരല്ല. ഒരു കുടുംബത്തിൽ പറഞ്ഞവരാണ് ഞങ്ങൾ. നീ വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. നീ ആ വീഡിയോ നീ ഇനിയും വീഡിയോ ചെയ്താൽ നീ എന്ത് വീഡിയോ ചെയ്താലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് സൂക്ഷിച്ച് വേണം. അതിൽ നീ ബാക്കിയുള്ളവരടുത്ത് കളിക്കാൻ നിൽക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. നീ ബാക്കിയുള്ളവരെ വിളിക്കും പോലെയോ നീ ബാക്കിയുള്ളവരെ ഏത് കണ്ണിൽ കാണുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആക്ച്വലി. അതുപോലെ നീ എന്നെ കാണാൻ നിൽക്കരുത്. കാരണം എനിക്ക് തിരിച്ച് നല്ല രീതിയിൽ തരും. വേറൊന്നുമില്ല, നീ നിൻ്റെ വീട്ടിൽ വന്ന് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. കാരണം നീ ആ വീഡിയോയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്ന് തന്നെ സംസാരിക്കേണ്ട, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ പേടിക്കണം? നിന്നെ പേടിക്കണോ? അല്ലെങ്കിൽ നീ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ, നിന്നിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതോ? അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു മെസ്സേജ് നീ എടുത്തതാണ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇവിടുന്ന് സംസാരിച്ച മെസ്സേജ് വേണ്ട. എനിക്കാരെങ്കിലും അങ്ങനത്തെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് ഒരു എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു തെറ്റായിട്ട് ഒരു ജസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു മെസ്സേജ് എങ്കിലും അയക്കാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നീ ആ ഒരു ഒറ്റ മെസ്സേജ് എങ്കിലും എടുത്ത് വെച്ചിട്ട് നീ റിയാക്ട് ചെയ്യും. അതല്ലാതെ ഒന്നും കാണാതെ നീ ഇങ്ങനെ വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ ചെറിയ ചെറിയ വ്ലോഗ് ചെയ്യുന്ന നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ എന്ത് മറുപടിയാണ് തരേണ്ടത്? അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻ അതുലേ, നിൻ്റെ വീട്ടിലുള്ളവരും നിൻ്റെ കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ മേ ബി ഈ വർക്ക് ചെയ്യുന്നവരും കൂടാതെ നിങ്ങൾ സ്ഥിരം ചിലപ്പോൾ മേ ബി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നവരും ആയിരിക്കാം. പക്ഷേ ഞാൻ അതിൽ ഉൾപ്പെടുന്നില്ല. ഇനി ഞാൻ ഉൾപ്പെടുന്നതായിട്ട് നിനക്ക് തോന്നിയാൽ തെളിവ് സഹിതം നീ എൻ്റെ അടുത്ത് നേരിട്ട് വരികയോ അതല്ലെങ്കിൽ തെളിവ് സഹിതം നീ തന്നെ നിൻ്റെ ചാനലിൽ വീഡിയോ ഇടുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്ക് തിരിച്ചൊരു മറുപടി തരാൻ കുറച്ചുകൂടെ നല്ല സൗകര്യമായിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇത് ഒരു ലീഗലി എനിക്ക് പോകാം. കാരണം നീ അതിൽ
ഒരിക്കലല്ലോ പറഞ്ഞില്ല, 2-3 തവണ നീ അത് എൻ്റെ പേര് വെച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നീ ആ ഒരു വേർഡ്സ് യൂസ് ചെയ്ത്, നമ്മൾ 3 പേര് നിൽക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ പറയുന്നത്, വേറെ ആരെ അല്ലല്ലോ പറയുന്നത്, നീ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് 1-2 പേര് തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതില്ല നമുക്ക് ലീഗലി മൂവ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഇനി ലീഗലി മൂവ് ചെയ്യാൻ, കാരണം നീ എന്തൊക്കെ പറഞ്ഞാലും അതിനുള്ള മറുപടി തരാനും എൻ്റെ വായിലുണ്ട്. ഞാനൊരല്പം മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും മെക്കിട്ട് കയറും പോലെ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. നിനക്ക് നീ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് എൻ്റെ അഡ്രസ്സ് തരാം, എൻ്റെ നമ്പർ തരാം, നീ നേരിട്ട് വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ പറയുന്ന എല്ലാവരുടെ സബ്ജക്റ്റ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ചാനലെടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ഫുൾ 24 മണിക്കൂർ രേണുവിന് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റെ കണ്ണിൽ എന്തൊക്കെ സബ്ജക്റ്റിനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ 24 മണിക്കൂറും യൂട്യൂബേ ശരണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളുമല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ മേ ബി എൻ്റെ അഭിപ്രായം ഞാൻ പറയും. പിന്നെ രേണുവിനെ എനിക്ക് ഇതുവരെയും ഞാൻ കണ്ടതിൽ വെച്ച് ഇതുവരെയും രേണുവിനെ പറ്റി എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് രേണുവിനെ പറ്റി ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇനി ഞാൻ അതുകൂടെ ഞാൻ പറയാം, ഇനി മുതൽ എൻ്റെ ചാനലിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ വരില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്ന എൻ്റെ ചാനലിലൂടെ വേറെ എന്തിലൂടെ ആയിരിക്കും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്തിട്ട വേറൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ബിഷപ്പാണ്. ബിഷപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ 2-3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിനെതിരെ ബിഷപ്പ് ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ബിഷപ്പിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നില്ല, ഞാൻ നാളെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാളെ ചെയ്യും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം ഈ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്, അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്ത് കണ്ടിട്ടാണ് അവനൊക്കെ എന്നെല്ലാം കുറ്റം പറയുന്നത്, അവനെ പറയുന്നേ, അതിനെ പറയുന്നേ. കാരണം എന്നെ അറിയുന്നുള്ളവർക്ക് എന്നെ അറിയാം ഞാൻ എന്താണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ഗൈസ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതല്ല ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തായാലും നാളെ എല്ലാവർക്കും ക്രിസ്മസ് ആണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷിക്കുക, എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, അടിച്ച് പൊളിച്ച് ചർച്ചിലൊക്കെ പോയി. അപ്പോൾ ഞാൻ നാളെ ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഈ പറഞ്ഞ ബിഷപ്പിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാനിതെല്ലാം നാളെ ചെയ്യും. എന്തായാലും നാളെ കാണാൻ. അതുവരെ ബൈ.